തൃപ്പരപ്പ് വാട്ടർഫോൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന അധികം ആർക്കും ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. വെള്ളത്തിലൊരു തേങ്ങ വീണിട്ടുണ്ട് ഗൈസ്. ഇത് നേരെ ഇതിലെ ഒഴുകി താഴെ ചെന്ന് കഴിഞ്ഞാൽ താഴെ വാട്ടർഫോളിൽ കുളിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. ഹലോ ഗൈസ്, ട്രിവാൻഡ്രം ജില്ലക്കാർക്കും അതുപോലെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നവർക്കും ഒരു 1 ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയൊരു കിട്ടിയില്ല ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അതായത് തൃപ്പരപ്പ് വാട്ടർഫോൾ. തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഏറെക്കുറെ ഒരു 19 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ പോകുന്നത് നെട്ട വഴിക്കാണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കിട്ടിയിലമാണ്. സോ ഫുള്ള് പോകുന്ന റൂട്ടിലുള്ള കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ട് നേരെ തൃപ്പരപ്പ് വാട്ടർഫോളിൽ എത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൃപ്പരപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ്. ഓക്കെ, അപ്പോൾ പുതുതായിട്ടാണ് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ മറക്കരുത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇതേ ഈ കാണുന്ന പാടത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ ഇൻട്രോ എടുത്തത്. തൃപ്പരപ്പ് വാട്ടർഫോൾ അപ്പോൾ ഇതാണ് ഗൈസ് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. നമ്മൾ ഈ പാസ് ചെയ്ത് വന്നത്. ഗൈസ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഇവിടെ 2 വീലറിനും കാറിനും പാർക്കിംഗ് ഫീസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ആൾ വന്നു കേട്ടോ. ബൈക്കിന് 10 രൂപയും കാറിന് 50 രൂപയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ് വരുന്നത്. അതുപോലെ ഇനി എൻട്രി ഫീസ് എത്രയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് നേരെ നടന്ന് വാട്ടർഫോളിലേക്ക് പോവാണ്. പോകുന്ന വഴിയിലാണ് നമുക്ക് എൻട്രൻസ് പാസ് എടുക്കേണ്ടത്. അപ്പോൾ പാസ് എടുത്തിട്ട് നമുക്ക് നേരെ പോയി വാട്ടർഫോൾ ഫുൾ എക്സ്പ്ലോർ. നമ്മളിവിടെ ഇങ്ങനെ താഴേക്കാണ് പോകേണ്ടത്. ശ്രദ്ധിച്ചോ, GB ഫാൻസി എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ കേട്ടോ. ഇവിടെ ഫുള്ള് ഷോപ്പുകളാണ് ബ്രോ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഫുൾ കളർഫുൾ ഷോപ്പുകളാണ്. അപ്പോൾ ഗൈസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 10 രൂപ ഉണ്ടോ. പിന്നെ ക്യാമറ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് 150 രൂപ, നോർമൽ ക്യാമറയ്ക്ക് 20 രൂപ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ചാർജ് കേട്ടോ. ആണ് ഇതന്നെ സാധനം. ആ പുടവാട്ടുക്കാൽ കിഴങ്ങ എന്തിനുള്ളത് അത്? ആ ഓ ഉണ്ട്. കുതിരയുടെ കാല് പോലെ ഉണ്ട് കാണാൻ. ആ ആട്ടുകാല് പോലെ. ഇത് എത്രയാണ് കിലോ? 60? 600? ഓക്കെ, ആ സാധനത്തിന്റെ വില 600 രൂപയാ. ഇവിടെ നിന്ന് കാണാൻ തന്നെ സെറ്റ് അല്ലേ ഗൈസ്. ഇതിലെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ലേഡീസ് കുളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതുവഴി നേരെ താഴെ പോയി കഴിഞ്ഞാൽ ജെൻസിന് അവിടെ കുളിക്കാൻ പറ്റുന്നത് കേട്ടോ. നമുക്ക് ഇതിലങ്ങനെ താഴേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഫുള്ള് പണി നടക്കാൻ പോകുന്നുണ്ട് ഗാർഡൻ്റെ.
ഇതാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക്, തൃപ്പരപ്പ് വാട്ടർഫോൾസ്. വലിയ സംഭവമൊന്നുമല്ല, ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ സംഭവം ഇവിടെ ഉള്ളൂ. നമ്മുടെ വാട്ടർഫോളിൻ്റെ ചുറ്റും ഫുള്ള് നടന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ വീണ്ടും എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേ റോഡിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അതായത് വാട്ടർഫോളിൻ്റെ എൻട്രിൽ നിന്ന് തിരിച്ചു വന്നു. ഇനി നമ്മളിവിടെ നിന്ന് ബോട്ടിംഗ് ക്ലബ്ബ്, അതായത് നമുക്കിവിടെ നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ശിവക്ഷേത്രമുണ്ട്. ഇത് നമ്മുടെ ഈ ലെഫ്റ്റാണ്, പുറകിലാണ് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം കേട്ടോ. നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടോ, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ കേട്ടോ. ഇതിൻ്റെ ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേ നടന്ന് ക്ഷേത്രത്തിൻ്റെ പുറകിൽ പോകാൻ പറ്റും. അവിടെ കുറച്ച് നല്ല കിടിലൻ കാഴ്ചകളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. ഓക്കെ, ഇത് കണ്ടോ, ശിവ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെച്ചോ. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇവിടെ അധികം അങ്ങനെ ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. മറ്റൊരു കാര്യം ഗൈസ്, നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 1 ഡേ ട്രിപ്പ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തൃപ്പരപ്പ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് വരരുത് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് മാക്സിമം ഒരു രാവിലെ ഒരു 6 മണിക്ക് നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തൃപ്പരപ്പ് വന്ന് അടിച്ചു പൊളിച്ച് ഫ്രഷായി സെറ്റായിട്ട് ഇവിടെ നേരെ മാത്തൂർ തൊട്ടിപ്പാലം കാണാൻ പോകാൻ പറ്റും. അവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നേരെ ശ്രീ പത്മനാഭപുരം കൊട്ടാരമൊക്കെ കറങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ സന്ധ്യ ആകുമ്പോൾ നേരെ കന്യാകുമാരി എത്തി കന്യാകുമാരി സൺസെറ്റൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് ട്രിപ്പ് എൻഡ് ചെയ്ത് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരാവുന്നതാണ് കേട്ടോ. സോ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു 1 ഡേ ട്രിപ്പ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, മസ്റ്റായിട്ടും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബാക്കിലത്തെ കവാടം കേട്ടോ. ഇവിടെ ഓരോ തൂണിലും ഓരോ ശില്പങ്ങളുണ്ട് കേട്ടോ. ആക്ച്വലി അതിൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ വിളക്ക് എത്തിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ടോപ്പിൽ കണ്ടോ, ഇവിടെ ദേവി, പിന്നെ ശിവലിംഗത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ അവിടെ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് കേട്ടോ. നമ്മൾ ഈ പടവുകളൊക്കെ ഇറങ്ങി ആ കാണുന്ന ഗോപുരത്തിലേക്ക് പോകുമ്പോൾ കേട്ടോ. നല്ല ഒഴുക്കാണ് കാഴ്ച. നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്ക്. അതിൻ്റെ വിരൽ പുറകെ കാണുന്നുണ്ടെന്നൊരു സംശയമുണ്ട് എനിക്ക്. അങ്ങനെയില്ല. അപ്പോൾ ഗൈസ്, ഇവിടെ തൃപ്പരപ്പ് വാട്ടർഫോൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന അധികം ആർക്കും ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. സോ ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഈ മണ്ഡപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കേട്ടോ. ലുക്ക് അറ്റ് ദിസ്. പിന്നെ ഈ തൂണുകൾക്കൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ. അതുപോലെ ഈ മണ്ഡപത്തിനും കണ്ടോ. അതെ, അവൻ പോയിരിക്കുന്ന ആ ഒരു വ്യൂ കണ്ടോ ഗൈസ്, സെറ്റല്ലേ. കണ്ടോ, ഇത് ഓരോ തൂണിലും ഇതുണ്ടോ, ഓരോ ചുവച്ചിട്ടുണ്ട് ഇതുപോലെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതിലും ഉണ്ട് കണ്ടോ. മേളില് ചന്ദ്രക്കല, ഇതെന്താ ഏറ്റവും മേളില് വിളക്ക്. ഇത് ഞാൻ വേറൊരു ചുമരിലും കണ്ടു. ആനയെ കുത്തിയിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ. ഗൈസ്, ഇവിടെ വെള്ളത്തിലൊരു തേങ്ങ വീണിട്ടുണ്ട് ഗൈസ്. ഇത് നേരെ ഇതിലെ ഒഴുകി താഴെ ചെന്ന് കഴിഞ്ഞാൽ താഴെ വാട്ടർഫാളിൽ കുളിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. അവരുടെ തലയ്ക്കാവും വീണ്ടാവുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ.
ഈ കാണുന്ന തെങ്ങിലെന്നാ തേങ്ങ വീണത്. എവിടെ ഇത് ഒഴുകി അവിടെ എത്തി കാഴ്ച. ഇതിൽ ആകെ അത്ര ദൂരം കൂടെ ഉള്ളു കേട്ടോ പാസ് ചെയ്യാൻ. തേങ്ങ ഏറെക്കുറത് അങ്ങ് എത്തിയിട്ടോ. ഇനി ഇച്ചിരി കൂടെ മുമ്പെത്തി കഴിഞ്ഞാൽ വാട്ടർഫോളിലെത്തും. അത് തമ്പുരാൻ, ഇത് ആരുടെ തലയ്ക്കാണോ എന്തോ അതിന് സ്പീഡും കൂടിയല്ലോ. ഇത് കണ്ട് എന്ത് ദൂരെയാണ് നിൽക്കണേന്ന്. ഇത് ഫോളിലേക്ക് എത്തി, സ്പീഡ് കൂടിയല്ലോ. അത് താഴെ പോയി. ഇതാണ് തൃപ്പരപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സ്പോട്ട് കേട്ടോ. അപ്പോൾ ഈ തൃപ്പരപ്പ് വരുന്ന എല്ലാവരും നേരെ വാട്ടർഫോളിൽ വന്നിട്ട് കുളിച്ചിട്ട് ഇവിടെ നേരെ പോവാണ്ട് വാട്ടർഫോളിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഒന്ന് മേളിൽ കയറി ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. ഇതിലെ ആംബിയൻസ് ഇവിടെ വരുന്നവരാരും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്ത് കറക്റ്റായിട്ട് എന്തായാലും ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, 2 റൂട്ടാണ് നമുക്ക് തൃപ്പരപ്പ് വാട്ടർഫോളിലേക്ക് എത്താനായിട്ട്. ഒന്ന് കുഴിത്തറ, അതായത് നമ്മുടെ നേരെ പാറശാല കുഴിത്തറ വന്ന് കുഴിത്തറയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്ടർഫോളിലേക്ക് വരാൻ പറ്റും. പിന്നെ മറ്റൊരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, നെയ്യാർ ഡാം, അവിടെ നിന്ന് അമ്പൂരി വഴി ചുറ്റി നെട്ട ഡാമൊക്കെ ചുറ്റിക്കറങ്ങി നമുക്ക് തൃപ്പരപ്പ് ഡാം വരാൻ പറ്റും. അതാണ് ആക്ച്വലി കിഡിലെ റൂട്ട് കേട്ടോ. നിങ്ങൾ മാക്സിമം വരുമ്പോൾ ആ റൂട്ട് തന്നെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതാണ് എന്താ പറയുക, നമുക്കൊരു വനപാതയല്ല, അതൊരു ഫോറസ്റ്റ് റൂട്ടിലൂടെയൊക്കെയുള്ള ഒരു റൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതാണ്. മറ്റേന്ന് പറഞ്ഞാൽ ടൗണിൽ കൂടെ വരുന്നതാണ്, അപ്പോൾ അതിന് വലിയ ഫീലൊന്നും ഉണ്ടാവില്ല, നോർമലി ഒരു ഡ്രൈവ് ആയിരിക്കും. പക്ഷേ ഈ റൂട്ട് എടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ പൊള്ളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാം കേട്ടോ. വരുന്ന വഴിക്ക് എന്താ പറയുക, നെട്ട ഡാമിൻ്റെ കരയിൽ നിന്ന് നെട്ടയിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ ഉള്ള ഫുഡ് കിട്ടുന്ന കുറേ ഹോട്ടലുകളുണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിരുന്നു നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇവിടെ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി നേരെ ഇവിടെ വന്ന് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് ചില്ലായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നതാണ്. സോ ഇവിടെ വരുന്നവരാരും ഇത് മിസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ മറക്കാണ്ട് അമർത്തിയിട്ട്. ഓക്കെ, അതുപോലെ പുതിയൊരു കിഡിലും വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നവരെ സീ ഗായ്സ്.